പവർ റൂം ഇല്ലാത്തോണ്ട് തലേന്ന് ഭാരം ഒഴിഞ്ഞു പോയ ഫീലാണ് എനിക്ക്. അതേടാ, ഇനിയിപ്പോ ഇൻഡിവിജ്വൽ ഗെയിം ആണല്ലോ, അതുകൊണ്ട് രാജാവ് ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അഭിഷേക് പറയുന്നു ഋഷിയോട്. പിന്നെ അഭിഷേക് ഋഷിയോട് പറയുന്ന വേറൊരു കാര്യമാണ്, നീയും ജിൻഡോയും ഔട്ട് ആവില്ല ഇവിടുന്ന് എന്നുള്ളൊരു കാര്യം. അത് അഭിഷേക് ഋഷി ഒന്ന് സോപ്പിടാൻ വേണ്ടി പറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ഋഷിയെ ഞാൻ പേഴ്സണലി ടോപ്പ് 10 പോലും നോക്കി കാണുന്നില്ല. കാരണം ഈ ഷോയ്ക്ക് വേണ്ട ആ ഒരു മസാല മിക്സ് അത് ഋഷിക്കില്ല. ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ട ഒരു ഗെയിമാണ് ഇത്. അവിടെ ഇമോഷണൽ ആയിട്ട് കരഞ്ഞു പോയിരിക്കുന്ന ഒരാൾക്ക് ഒട്ടും പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഭിഷേക് ജിൻഡോ ഔട്ട് ആവില്ല എന്നൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ആ കൂട്ടത്തിൽ ഋഷിയുടെ പേരും എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതായിരുന്നു ഇവരുടെ ചെറിയ രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ. പിന്നെ മറ്റേ യുദ്ധഭൂമി ടാസ്കിനെ കുറിച്ച് അൻസിബയും അഭിഷേകും ഋഷിയും സംസാരിക്കുന്നുണ്ട്. ജിൻഡോ ബോംബ് എറിയുന്നതായിട്ട് അഭിനയിച്ച് ബോംബ് എറിയാത്തതൊക്കെ പുറത്ത് വലിയ കോമഡി കോണ്ടന്റ് ആയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അൻസിബയും അഭിഷേക് ഋഷി എല്ലാവരും ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു അത് പറഞ്ഞിട്ട്. പിന്നെ അഭിഷേക് ബോംബ് എറിഞ്ഞിട്ട് ജിൻഡോ അത് തപ്പുന്നതും അങ്ങനെ ആ ടാസ്കിലെ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് 3 പേരും. ഹൗസിനകത്തും പുറത്തും എല്ലാം ജിൻഡോ ആണ് ഇപ്പൊ ചർച്ചാ വിഷയം. സീസൺ വലിയ മാറ്റിപ്പിടുത്തമാണെന്നൊക്കെ പറഞ്ഞൊരു ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആരും തന്നെ ഇല്ല. ഒരാൾ മാത്രം 1 man ആർമി ആയിട്ട് നിന്ന് കളിക്കുന്നു. അയാൾക്കാണെങ്കിൽ 70-80% വോട്ടും ഉണ്ട്. 4-5 പേരിലേക്ക് ഡിവൈഡ് ആവേണ്ട വോട്ടുകളാണ് ഇതെന്ന് ഓർത്തോണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊക്കെ കൂടി മണ്ടൻ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ജിൻഡോ രാജാവായത് ഈ സീസണിലെ. പിന്നെ ജിൻഡോയുടെ ഗെയിമിലെ ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു മികവ് കൊണ്ട് ഫിസിക്കൽ ടാസ്കിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസും മൈൻഡ് ഗെയിമും എല്ലാം കൊണ്ടും ആണ് ജിൻഡോ ഇപ്പൊ രാജാവായിട്ട് ഇരിക്കുന്നത് ഈ സീസണിലെ. ഇനി അഭിഷേക് പറഞ്ഞ പോലെ വേറൊരു രാജാവ് ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയാം. ചാൻസ് വളരെ കുറവാണ്. നമുക്ക് നോക്കാം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും